ഇന്ന് നമുക്കൊരു കൊണ്ടാട്ട മുളകിൻ്റെ റെസിപ്പി നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുളക് ഇട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കൊണ്ടാട്ട മുളകിന് എരിയായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പിഴിപുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലാണ് പിഴിപുളി പിഴിഞ്ഞെടുത്തേക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 2 സ്പൂണ് ശർക്കരപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലൊരു കളറാകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ആയ ശേഷം നമുക്ക് മുളകിട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, മുളകിന് ഉപ്പുള്ളത് കൊണ്ട്.